നമുക്ക് നെയിൽ ആർട്ട് ചെയ്യാൻ പോകാം ഗൈസ്. കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ ടൈമിലാണ് ഞാൻ നാട്ടിൽ പോയത്. ഇത്തവണ നാട്ടിൽ പോകണമെന്ന് വിചാരിച്ചതല്ല, പ്രത്യേകിച്ച് 2 വലിയ സർപ്രൈസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തവണ ഞാനും എന്റെ ചേച്ചി നാട്ടിലേക്ക് പോകുന്നത്. നെയിൽ ആർട്ടിന്റെ വീഡിയോ മാത്രമല്ല ഇത്, കുറച്ച് ഷോപ്പിംഗ് വ്ലോഗും കൂടിയും. കാരണം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇനിയും കുറച്ച് സാധനങ്ങൾ മേടിക്കൽ പെൻഡിങ് ആണ്. അതൊക്കെ ഇന്ന് തീർക്കണം. കാരണം നാളെ മുതൽ കണ്ടിന്യൂസ് ഷിഫ്റ്റ് തുടങ്ങുവാണ്. അതും മേടിച്ച് നമ്മൾ T4 പോയിട്ട് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബബിൾ ടീ കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ നെയിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോഴോ ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്തത്ര തിരക്ക്. അപ്പൊ പോയി ഒരു ഐസ്ക്രീം കൂടി കുടിച്ചിട്ട് വന്നു. അപ്പൊ എല്ലാം സെറ്റായി. കഴിഞ്ഞ വർഷം 2024 ഒരു മാർച്ച് മാസത്തിലാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നത്. അന്ന് വളരെ എക്സൈറ്റ്മെന്റോട് ചെന്ന് ചെയ്തത് ഒരു ഡാർക്ക് കളർ ആയതുകൊണ്ട് അതെനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇത്തവണ എന്തെങ്കിലും ലൈറ്റ് കളർ ചെയ്യണം എന്ന് ആദ്യമേ ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടാണ് അവിടെ പോയത്. സത്യം പറഞ്ഞാൽ എനിക്ക് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ നെയിൽ നന്നായിട്ട് വളരും, പെട്ടെന്ന് ഒടിയത്തൂല. എല്ലാവർക്കും കിട്ടുന്ന അത്ര ഭാഗ്യമൊന്നും അല്ല കേട്ടോ ഇത്. പക്ഷേ ഇവിടെ കെ ഹോമിൽ വർക്ക് ചെയ്യുന്നുള്ളത് തന്നെ നെയിൽ ഇവിടെ അലൗഡ് അല്ല. അതുകൊണ്ട് നാട്ടിൽ പോകുന്നതിന് ഒരു 4 ദിവസം മുന്നിലെയാണ് ഞാൻ ഈ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഈ പ്രഹസനമൊക്കെ, ആരെ കാണിക്കാൻ വേണ്ടിയാണ് ഈ പ്രഹസനം എന്നൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നാട്ടിലൊരു വലിയ സർപ്രൈസിന് വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന്. അവിടെ പോകുമ്പോൾ കുറച്ച് ഭംഗിയോടെ പോകണമെന്ന് ഓൾമോസ്റ്റ് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്. ആ സർപ്രൈസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരുങ്ങുന്നതെല്ലാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്റെ കല്യാണമാണെന്ന്. ചിലപ്പോ ആവാം, പറയാൻ പറ്റത്തില്ല കേട്ടോ. ഷോ, നാണം വരുന്നു. അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്തായാലും സർപ്രൈസ് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഉടനെ തന്നെ ഞാൻ അത് റിവീൽ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഒക്കെ എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ പോയതിന് ശേഷമായിരിക്കും അപ്ലോഡ് ആവുന്നത്. കാരണം എഡിറ്റ് ചെയ്ത് വെച്ചാലേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സ്മൂത്ത് ആയിട്ട് പോകത്തുള്ളൂന്നേ. എന്നാലും ഞാൻ ഒരു ഉദാഹരണത്തിന് പറയാം. ഇന്ന് തീയതി 25 ഞാൻ നാട്ടിൽ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ പോസ്റ്റ് ആവുന്ന ഡേറ്റ് ഇനി എന്നാണോ ആവോ ദൈവമേ. കോവൻട്രി തന്നെയുള്ള ഒരു നെയിൽ എക്സ്റ്റൻഷൻ ഷോപ്പിലാണ് ഞങ്ങൾ പോയേക്കുന്നത്. 30 പൗണ്ടാണ് ഈ 2 നെയിലിലും കൂടി ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കായത്. അതായത് നമ്മുടെ നാട്ടിൽ 3000 രൂപ. കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്താലേ നടക്കത്തുള്ളൂന്നേ. നാട്ടിൽ ചെന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതും വളരെ അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ. പക്ഷെ നമ്മൾ പോകുന്ന 2 സർപ്രൈസ് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റത്തില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത് തന്നെ. എവിടെയോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അതൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. ശരി തന്നെയാണ്, അങ്ങനെ ഒരു കാര്യം കൂടിയാണ് ഇത്. പിന്നീട് ചെയ്യാൻ പറ്റാത്ത ഒരു നല്ല കാര്യം. എന്റെ കൈ ഒരു ബ്രൗൺ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു നെയിൽ എക്സ്റ്റൻഷൻ എനിക്ക് ചേരുമെന്ന് നല്ല രീതിയിൽ പേടിയുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി എനിക്കൊട്ടും ചേരുന്നില്ലെന്ന്. അങ്ങനെയല്ല, കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് മുന്നിലേ ചെയ്ത ആ ഒരു ഡാർക്ക് കളറിനെക്കാളും ഈ ഒരു കളർ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സർവീസ് ആണെങ്കിലും വളരെ നല്ലതായിരുന്നു. അവർക്ക് റിവ്യൂ കൊടുത്താൽ 5 പൗണ്ട് ഡിസ്കൗണ്ടും തരാമെന്ന് പറഞ്ഞു. എന്റെ നാട്ടിലെ വിശേഷങ്ങൾ കാണാൻ നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഗൈസ്? അത് പോട്ടെ, എനിക്ക് വരാൻ പോകുന്ന സർപ്രൈസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യുന്ന കമന്റ് ഇടാവോ? സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമ്മൾ എങ്ങോട്ടാ പോവാ? യെസ്, ബാർ. എല്ലാം കഴിഞ്ഞ് ബാറിൽ പോയി 2 പെഗും കൂടെ അടിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. ഞാനും ഹാപ്പി, നമ്മളും ഹാപ്പി. സോ എനിവേ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ നാളെ. ബൈ.